ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലൈൻസ് ആൻഡ് ഷേപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വരകൾ, രൂപങ്ങൾ. നോക്കൂ, ഇവിടെ ഒരു സ്കൂളാണ് അല്ലേ, ഗവൺമെൻറ് LP സ്കൂൾ കടലുകനി അല്ലേ. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യം നമുക്ക് ഈ ബോർഡൊക്കെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ഗവൺമെൻറ് LP സ്കൂൾ കടലുകനി, വേൾഡ് ഓഷ്യൻസ് ഡേ, ജൂൺ 8. ഓൾ ആർ വെൽക്കം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇതിലെന്തൊക്കെയോ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്, ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഒക്കെ എന്താണ്, സ്ക്വയറിനോടും ട്രയാങ്കിളിനോടും റെക്റ്റാങ്കിളിനോടും സർക്കിളിനോടൊക്കെ വരച്ചിരിക്കുന്നതാണ് അല്ലേ. ത്രികോണത്തിനോടും ചതുരത്തിനോടും സമചതുരത്തിനോടും പിന്നെ ട്രയാങ്കിളിനോടും സർക്കിളിനോടും അല്ലേ. ഇതിനൊക്കെ എന്താണ് ഓരോ ചിത്രങ്ങൾ രേഖയിൽ കടൽ എന്താണ് ഷിപ്പ് വരച്ചിട്ടുണ്ട്, അതുപോലെ എന്താണ് ഫിഷ് വരച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ക്യാറ്റിനെ വരച്ചിട്ടുണ്ട് അല്ലേ, പൂച്ചനെ വരച്ചിട്ടുണ്ട്, കപ്പൽ വരച്ചിട്ടുണ്ട്, മീനുകളെയൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ, പല ടൈപ്പിൽ അല്ലേ. സീ ദ പിക്ചർ. വാട്ട് ആർ ഓൾ തിങ്സ് ഡു യു സീ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ നിങ്ങൾ. ലോക സമുദ്ര ദിനാണ്, ജൂൺ 8 ഗവൺമെൻറ് LP സ്കൂൾ കടലുകാണിയാണ് അല്ലേ. എവർക്കും സ്വാഗതം അല്ലേ. അപ്പോൾ ചിത്രം നോക്കാൻ എന്തെല്ലാമാണ് കാണുന്നത് കൂട്ടുകാരുമായി ചർച്ച ചെയ്യും. നോട്ട്ബുക്കിൽ എഴുതാം എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത്. നിങ്ങൾ എന്താക്കുക, ഇവിടെ സ്കൂളുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, മരങ്ങളുണ്ട്, വീടുകൾ അപ്പുറത്തുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ എന്താണ് നോക്കിയേ, എന്താണ് സി ആൻഡ് ഡ്രോ. ഇനി എന്താണ് നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. യു സോ ദ പിക്ചേഴ്സ് ഓൺ ദ ഫസ്റ്റ് പേജ്, ഡിഡിൻറ്റ് യു? ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഓൺ ദ വാൾ? ചുമരിലുള്ള വാളെന്ന് പറഞ്ഞാൽ ചുമര് അല്ലേ. ചുമരിലുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണോ നിങ്ങൾ അത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ അല്ലേ. മതിലിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചോ? അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ അവിടെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? സെലിബ്രേഷൻ. വാട്ട് ഡേ സെലിബ്രേറ്റഡ് ഓൺ 8th of June ഇൻ കടലുകാണി സ്കൂൾ? എന്താണ് ചോദിച്ചു പറഞ്ഞേ? കടലുകാണി സ്കൂളിൽ ജൂൺ 8 നടക്കുന്ന ദിനാഘോഷം എന്താണ്? എന്താ ദിനാഘോഷം? അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? വേൾഡ് ഓഷ്യൻസ് ഡേ അല്ലേ. എന്താണ്? വേൾഡ് ഓഷ്യൻസ് ഡേ അല്ലേ, ലോക സമുദ്ര ദിനം. അതാണ് അവിടെ എഴുതുന്നത് കേട്ടോ. ജൂൺ 8 എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ലോക സമുദ്ര ദിനം എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, വേൾഡ് ഓഷ്യൻസ് ഡേ എന്ന് എഴുതുക കേട്ടോ. അവിടെ ഉണ്ട്, അത് നിങ്ങൾ എഴുതുക കേട്ടോ. വേൾഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ എഴുതുക കേട്ടോ. ഓഷ്യൻസ് ഡേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ നോക്കൂ, കളർ ദ ഫിഷ്. എന്താണ് ഫിഷ് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. There is an exhibition in the Kadalgani school as part of the World Oceans Day celebration. Anu, Subi and Adul are making different kinds of paper fishes for decoration. Oceans Day celebration അല്ലേ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫിഷ് കളർ ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട്. അനുവും സുബിയും അതിലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. സമുദ്രദിന ആഘോഷം എന്ന് പറഞ്ഞിട്ടില്ലേ, പല മീനുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പല മീനുകളെ കണ്ടല്ലോ. ഓക്കെ, സി ഹൗ ദേ ഹാവ് ഹങ് ദെയർ പേപ്പർ ഫിഷസ് യൂസിങ് സ്ട്രിങ്സ്. അപ്പോൾ അവരുണ്ടാക്കിയ മീനുകൾ എന്താണ് കെട്ടി തൂക്കിയിട്ടുണ്ട് അല്ലേ. കളർ ദീസ് ആൻഡ് മേക്ക് ദം പ്രെറ്റി. എന്താണ്? അവരുണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കൂ അല്ലേ. പല മീനുകളുണ്ട് അല്ലേ. ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അല്ലേ, ഡ്രോ ആൻഡ് കളർ. ഡ്രോ അതർ ഷേപ്സ് ജോയിനിങ് ദീസ് ബിലോ ടു മേക്ക് ഫിഷസ് ആൻഡ് കളർ ദം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന രൂപത്തോട് മറ്റ് രൂപങ്ങൾ ചേർത്ത് വരച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നിട്ട് നിറം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ നിങ്ങൾക്ക് വരച്ചുകൂടെ? ഇവിടെ വരയ്ക്കുക കേട്ടോ. ഇവിടെ ട്രയാങ്കിളൊക്കെ വെച്ചിട്ട് ഇവിടെ ഇതിൻ്റെ വാലും ഇവിടെ ഒരു കണ്ണൊക്കെ കൊടുത്ത് അതേപോലെ ഇവിടെ എന്താക്കുക, ഇവിടെ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. പല രൂപങ്ങൾ. ഇനി എന്താണെന്ന് നോക്കിയേ, ഷേപ്സ് ആണ് അല്ലേ. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷസ്? അപ്പോൾ ഈ പേപ്പർ ഫിഷിൽ നിങ്ങൾ എന്തൊക്കെ ഷേപ്പുകളാണ് കണ്ടിരിക്കുന്നത്? കടലാസ് മീനുകൾ എന്തെല്ലാം രൂപങ്ങളാണ് നിങ്ങൾക്ക് കണ്ടത്? എന്താണ്? ഡ്രോ ദ ഷേപ്പ്. എന്തൊക്കെ കണ്ടത് നിങ്ങൾ? ട്രയാങ്കിൾ കണ്ട്, റെക്റ്റാങ്കിൾ കണ്ട്, സ്ക്വയർ കണ്ട്, സർക്കിളൊക്കെ കണ്ട് അല്ലേ. ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നിങ്ങൾക്കറിയാവുന്ന രൂപങ്ങൾ വരച്ച് പട്ടികയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഷേപ്പ് നോക്കൂ, ഇവിടെ സർക്കിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക, ഇവിടെ നിങ്ങൾ സർക്കിൾ എഴുതുക കേട്ടോ. പിന്നെ അറിയുന്ന എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ നോക്കൂ, ഷേപ്പ് സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ എന്താ വൃത്തം, പിന്നെന്താണ് ചതുരം, പിന്നെന്താണ് ത്രികോണം അല്ലേ.
ഇനി നെക്സ്റ്റ് എന്താ ഈർക്കിൾ ഫിഷാണ് കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കുട്ടി ഉണ്ട് അല്ലേ. അപ്പം എന്താണ് കുട്ടീനോട് ടീച്ചർ പറയാണല്ലേ, മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൾ ബിറ്റ്സ്. എന്താണ് ഒരു ഫിഷിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈർക്കിൾ ബിറ്റ്, ഈർക്കിളിൻ്റെ ആ കമ്പുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടാക്കാൻ. ദ പിക്ചർ ഷോസ് ദ ഫിഷ് അതുൽ മെയ്ഡ് ബൈ സ്റ്റിക്കിംഗ് ഈർക്കിൾസ് ബിറ്റ് ഓൺ പേപ്പർ. Can you also make such figures? Use them for the Oceans Day celebration. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ, ഈർക്കിൾ മീനില്ല, ഈർക്കിൾ ഉപയോഗിച്ച് മീൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈർക്കിൾ കഷ്ണങ്ങൾ കടലാസിൽ ഒട്ടിച്ച് അതിൽ തയ്യാറാക്കിയ മീനാണ് ചിത്രത്തിൽ. ഇത്തരം രൂപങ്ങൾ നിങ്ങളും തയ്യാറാക്കൂ, ദിനാഘോഷങ്ങൾക്ക് അവ ഉപയോഗിക്കണേ. അപ്പോൾ നോക്കൂ, ഇതാണ് ഈർക്കിൾ ഫിഷ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്, ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഇൻ ദ സ്കൂൾ ന്യൂ ഫിഗേഴ്സ് ആർ ടു ബി ഡ്രോൺ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സീ ദ ബട്ടർഫ്ലൈ ഡ്രോൺ യൂസിങ് വേരിയസ് ഷേപ്പ് കളർ ഇറ്റ് മേക്ക് ഇറ്റ് പ്രറ്റി. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ചിത്രശലഭമാണ് അല്ലേ, ബട്ടർഫ്ലൈ ആണ് അല്ലേ. ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും അലങ്കരിക്കണം, അതിനായി പുതിയ രൂപങ്ങൾ വരയ്ക്കാം അല്ലേ. ഇതേ മീനും ഇതൊക്കെ അല്ലേ വരച്ചത്, ഇനി വേറെ പുതിയ രൂപങ്ങൾ വരയ്ക്കാം. വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭങ്ങൾ നോക്ക്, നിറം കൊടുത്ത് ശലഭത്തെ ഭംഗിയാക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾ നിറം കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കുക കേട്ടോ. ഈ ശലഭത്തിനെ കണ്ടോ, ഇതൊരു ബട്ടർഫ്ലൈ ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നത്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട് അല്ലേ, ലൈനുണ്ട്, ചതുരമുണ്ട്, സമചതുരം ഉണ്ട് ഇതവിടെ, പിന്നെ വൃത്തമുണ്ട്, പിന്നെ എന്താണ് ത്രികോണമുണ്ട് അല്ലേ. അപ്പം ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. എന്തൊക്കെ ഷേപ്പ് അതിലുള്ളത്. അപ്പോൾ നമ്മൾ ചിത്രം ഭംഗിയായിട്ട് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതേമാതിരി എന്താക്കുക, ചിത്രം ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഓക്കെ. പിന്നെ എന്താണ് നോക്കിയേ, സർക്കിൾ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചിത്രങ്ങളാണ് ഉള്ളത്, സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നോക്കിയാൽ പസിൽ കോൺട്രാണ് അല്ലേ. ഓൺലി 3 lines ആർ നീഡഡ് ടു മേക്ക് മീ ഹൂ ആം ഐ അല്ലേ. 3 ലൈനാണ് എനിക്ക് പിന്നെ വരയ്ക്കാൻ വേണ്ടത്, ഉണ്ടാക്കാൻ വേണ്ടത് അല്ലേ. ഞാൻ ആരാന്നാ, 3 ലൈനുള്ള ആളാരാണ്, സർക്കിളാണോ, സർക്കിളിന് ലൈനേ ഇല്ല. സ്ക്വയർ ആണോ, അത് 4 ലൈന്. റെക്റ്റാങ്കിൾ ആണോ, 4 ലൈന് അല്ലേ. അപ്പോൾ നമ്മൾ ആരാണ് ഇത്, അവനാണ് ആരാ, 3 ലൈനാണ് അല്ലേ. അപ്പോൾ നോക്കിയേ, 3 ലൈനാവുമ്പോൾ 3 ലൈനാവുമ്പോൾ 1 ഇത്, 2 ഇത്, 3 ഇത്. ആരാണ്, യെസ്, ആരാണ്, ട്രയാങ്കിൾ ആണ് അല്ലേ. ആരാണ്, ട്രയാങ്കിൾ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ മെഷറിങ് സൈഡ്സ് ആണ് കേട്ടോ. സൈഡ് മെഷർ ചെയ്യാണ്. യൂസ് എ റെക്റ്റാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ ദ റെക്റ്റാങ്കിൾ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, വശ അളക്കാൻ അല്ലേ. കണക്ക് പെട്ടിയിൽ ഒരു ചതുരക്കാർഡ് ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചതുരം വരച്ചാലോ. നമ്മളൊരു ചതുരം വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്താണ്, ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്റ്റാങ്കിൾ ഹാവ്. ഈ റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്, ഈ ചതുരത്തിന് എത്ര എന്തുണ്ട്, എത്ര വശങ്ങളുണ്ട് നോക്കിയേ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ. അപ്പോൾ 4 വശങ്ങളാണ് ഉള്ളത് അല്ലേ. ഇനി എത്ര കോർണർ ഉണ്ട് ഉദ്ദേശിച്ചില്ല. കോർണർ ഉണ്ട്, ഈ മൂല 1, 2, 3, 4 അല്ലേ. 4. അപ്പോൾ കോർണർ എന്താണ്, 4 അല്ലേ. അപ്പോൾ എത്ര വശങ്ങളുണ്ടെന്ന് വെച്ചാൽ എത്ര, 4. അതുപോലെ മൂലകളോ വെച്ചാലോ 4 അല്ലേ. 2ഉം 4ആണ് അല്ലേ. ദെൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ സ്കെയിൽ എടുക്കുക. നിങ്ങൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. വരച്ച ശേഷം ആ ഒരു സ്കെയിൽ എടുത്തിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ ഇങ്ങനെ അളന്ന് നോക്കുക. ഈ വശം എത്ര ഉണ്ട് എന്നുള്ള ഈ സൈഡ് 1 ഇവിടെ എഴുതുക. അതുപോലെ ഈ വശം എത്ര ഉണ്ട് എന്ന് സ്കെയിലെടുത്ത് ഇവിടെ നിന്നിട്ട് അളക്കുക. എന്നിട്ട് ഇവിടെ എഴുതുക. അതുപോലെ ഈ വശം എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതുക. ഈ വശം എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതുമ്പോൾ എന്താ കിട്ടുക, നിങ്ങൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഇത് ചതുരം റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പല അളവുകളായിരിക്കും കിട്ടുക. ഓക്കെ. ഇവിടെ 3 സെൻറ്റിമീറ്റർ എഴുതുക കേട്ടോ. ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത്തുകൾക്ക് എന്തെങ്കിലും എന്താണ് ഇതുണ്ടോ, സ്പെഷ്യൽ ഉണ്ടോ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ വരച്ചതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, നിങ്ങളുടെ കണ്ടുപിടുത്തം എഴുതുക. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചത് എന്താണ്, വശത്തിന് എല്ലാത്തിനും എന്താണ്, ചതുരത്തിൻ്റെ വശത്തിന് എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പം ഞാൻ അളന്നതിൻ്റെ ഒരു ഇത് പറയാം. ഒരു എന്താണ്, ഞാൻ അളന്നതിൻ്റെ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മോളത്തെ ഒരു ഇതിൽ 3 ആണ്, 5 ആണ്, 3 ആണ്, 5 ആണ്. അപ്പം നമ്മൾ ഫൈൻഡിങ്സ് എഴുതണം.
നിങ്ങൾ അളക്കുന്ന ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാനൊരു അളവ് പറഞ്ഞതല്ലോ, ഞാൻ 3ഉം 5ഉം 3ഉം 5ഉം ആണ് കേട്ടോ. അപ്പോൾ ലെങ്ത് ഓഫ് ദി സൈഡ് 1 ഈസ് ദ സെയിം ആസ് ദ ലെങ്ത് ഓഫ് സൈഡ് 3 അല്ലേ. സൈഡ് 1 3 ആണെങ്കിൽ സൈഡ് 3 എന്താ 3 ആണ്. നിങ്ങൾക്ക് അളന്നപ്പോൾ എന്താ കിട്ടിയത്? സൈഡ് 1ഉം സൈഡ് 3ഉം. ചിലപ്പോൾ 4 അളന്ന് ഇതാ ചെയ്തവരുണ്ട്, ചിലപ്പോൾ 2 എന്താണ് കിട്ടിയവരുണ്ടാവും അല്ലേ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. സിമിലർലി ദ ലെങ്ത് ഓഫ് ദി സൈഡ് 2 ഈസ് ദ സെയിം ആസ് ദ ലെങ്ത് ഓഫ് സൈഡ് 4. അതുപോലെ സൈഡ് 2ഉം സൈഡ് 4ഉം കിട്ടിയ എനിക്ക് 5ഉം 5ഉം ആണ് കിട്ടിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് 4ഉം 4ഉം കിട്ടിയിട്ടുണ്ടാവും, 6ഉം 6ഉം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഈ സെയിം ആണെന്ത് ലെങ്ത് 2 സൈഡ് 2ഉം അതുപോലെ എന്താണ് സൈഡ് 4ൻ്റെയും ലെങ്ത് എന്താണ് ഒരുപോലെയാണ് അല്ലേ. അതുപോലെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ആർ ദ സെയിം ലെങ്ത് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്താണ് സെയിം ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ എങ്ങനെ ഇതാ സൈഡ് 1ൻ്റെയും സൈഡ് 3ൻ്റെയും നീളം ഒരുപോലെയാണ്. അതുപോലെ എന്താണ് സൈഡ് 2ൻ്റെയും സൈഡ് 4ൻ്റെയും നീളം ഒരുപോലെയാണ്. അപ്പോൾ എതിർവശങ്ങൾ റെക്റ്റാങ്കിളിൻ്റെ എതിർവശങ്ങൾ എന്താണ് ഒരേ നീളമായിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ, ഈർക്കിൾ റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. See the shape of Adul and Binsa made using ഈർക്കിൾ bits of length 8 cm and 5 cm. ഇതവിടെ പറഞ്ഞിരിക്കുന്നത് ഈർക്കിൾ ചതുരം അല്ലേ. 3 cm 8 cm നീളമുള്ള 2 വീതം ഈർക്കിൾ കഷ്ണം ഉപയോഗിച്ച് അതുലും ബിൻസിയും എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. രണ്ടാൾ സെയിം അളവാണ് അല്ലേ, പക്ഷെ രണ്ട് സെയിം ഒരുപോലെയുള്ള ചിത്രമാണോ? നോക്കൂ, ഒരുപോലെയുള്ള ചിത്രമാണോ കാണുന്നത്? അല്ല അല്ലേ, അതൊന്ന് മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണല്ലേ, അത് ചെരിഞ്ഞിട്ടും പോവുകയാണല്ലേ. അപ്പം ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം? അതിലുണ്ടാക്കിയ രൂപമാണ് ചതുരം അല്ലേ. എന്തുകൊണ്ടാണ്? ഇത് ചതുരം എന്ന് പറയാൻ പറ്റില്ല, ബിൻസ ഉണ്ടാക്കിയത് അല്ലേ. അതിലുണ്ടാക്കിയതാണ് എന്ത് ചതുരം അല്ലേ. അതിലുണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും വശങ്ങൾ എന്താണ് കുത്തനെയാണ് അല്ലേ. ബിൻസ ഉണ്ടാക്കിയ ചതുരം എന്താണ് ചതുരമല്ല അല്ലേ. ഉണ്ടാക്കിയ രൂപം ചതുരമല്ല. എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? which is a rectangle, another figure and left sides right and sides go straight up. The figure Binsa made is not a rectangle. Why? അല്ലേ. ഏതാണ് റെക്റ്റാങ്കിൾ മുകളിലുള്ളത് കേട്ടോ, അതിലുണ്ടാക്കിയത്. ഇൻ അതിൽസ് ഫിഗർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഗോ സ്ട്രെയിറ്റ് അപ്പ് അല്ലേ. അതിൻ്റെ ഫിഗറിൽ എന്താണ് ലെഫ്റ്റ് റൈറ്റ് സൈഡ് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് മുകൾക്ക് പോവുക. ദ ഫിഗർ ബിൻസ മേഡ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? ഈ ബിൻസ ഉണ്ടാക്കിയ ഫിഗർ എന്താണ് റെക്റ്റാങ്കിൾ അല്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഷേപ്പ് മെയ്ഡ് ബൈ ബിൻസ ഹാസ് 4 സൈഡ് അല്ലേ. ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് ആണ്. ഹവർ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ആർ നോട്ട് സ്ട്രെയിറ്റ്. ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ് സ്ട്രെയിറ്റ് അല്ല അല്ലേ. ഡു ദ ഷേപ്പ് മെയ്ഡ് ബൈ ബിൻസ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. അപ്പോൾ എന്താണ് ബിൻസ ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ എന്താണ് അല്ല, ഷേപ്പ് റെക്റ്റാങ്കിൾ അല്ല അല്ലേ. ഇനി നോക്കൂ, റെക്റ്റാങ്കിൾ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അതായത് സ്പെഷ്യാലിറ്റീസ് ഓഫ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചതുരത്തിൻ്റെ പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചതുരത്തിൻ്റെ പ്രത്യേകത എഴുതുക. ചതുരത്തിന് 4 വശങ്ങളുണ്ട് അല്ലേ. മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ എന്താണ് കുത്തനെയുമാണ് അല്ലേ. പിന്നെന്താണ് എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ. പിന്നെന്താണ് ചതുരത്തിന് 4 കോണുകളുണ്ട് അല്ലെങ്കിൽ 4 മൂലകളുണ്ട്. അപ്പോൾ എ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്. റെക്റ്റാങ്കിളിന് 4 സൈഡ്സ് ഉണ്ട്. റെക്റ്റാങ്കിൾ ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹോറിസോണ്ടൽ. മുകളിലത്തും അതുപോലെ അടിയിലുള്ള ലൈൻസ് എന്താണ് ഹോറിസോണ്ടൽ ആണ് അല്ലേ. ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക കേട്ടോ. എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നതിനാണ് എന്ത് ഹോറിസോണ്ടൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുത്തനെ മുകൾക്ക് പോകുന്നു അല്ലേ. കുത്തനെ അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇങ്ങനെ അല്ലേ. ഇങ്ങനെ കുത്തനെ താഴോട്ടേക്കോ അല്ലെങ്കിൽ കുത്തനെ മുകൾക്കോ പോകുന്നതാണെന്ത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് പറയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്ന് പറയാം കേട്ടോ. പിന്നെ റെക്റ്റാങ്കിൾ ഹാസ് 4 കോർണർ. റെക്റ്റാങ്കിളിന് 4 കോർണർ ഉണ്ടെന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്ന് പറയാം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയാം. ഇനി എന്താണ് ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. അവിടെ താഴെ കുറേ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട് കേട്ടോ. സി ദ റെക്റ്റാങ്കിൾ അനൂപ് ഡ്രൂ യൂസിങ് റെക്റ്റാങ്കിൾ കാർഡ്സ് ഇൻ ഹിസ് മാത്ത് ബോക്സ്. എന്താണ് കണക്ക് പെട്ടിയിൽ ഈ റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ച് ചതുര കാർഡുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതൊരു ചതുരമുണ്ട്, ചതുരം 1, ചതുരം 2, ചതുരം 3, ചതുരം 4 അല്ലേ. റെക്റ്റാങ്കിൾ 1, റെക്റ്റാങ്കിൾ 2, റെക്റ്റാങ്കിൾ 3, റെക്റ്റാങ്കിൾ 4 അല്ലേ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങൾ അളന്ന് ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്താണ്
ഇവിടെ കുറേ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിൽ എന്താണ് ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ അളക്കുക, റൂളർ ഉപയോഗിച്ച് അളക്കുക. എന്നിട്ട് ഈ അളവ് എത്രയാണെന്നും ഈ അളവ് എത്രയാണെന്നും ഈ അളവൊക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ടേബിളിൽ എഴുതുക. അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുത്തൊന്ന് അളന്ന് നോക്കി എത്രയാണുള്ളത് എന്നുള്ളത്. സൈഡ് 1 ആണിത്. അപ്പോൾ സൈഡ് 1ന് നേരെ എന്താണ് നിങ്ങൾക്ക് കിട്ടുക അത് എഴുതുക. അപ്പോൾ എന്ത് കിട്ടുക? റെക്റ്റാങ്കിൾ 1 സൈഡ് 1 6ഉം സൈഡ് 2 3ഉം സൈഡ് 3 3 ആണ്, സൈഡ് 4 6 ആണ് അല്ലേ. അതുപോലെ റെക്റ്റാങ്കിൾ 2ൽ സൈഡ് 1 എത്രയാണ്? 4 ആണ് അല്ലേ. പിന്നെന്താണ് സൈഡ് 2 എത്രയാണ്? 5 ആണ്. അതുപോലെ സൈഡ് 3 5 ആണ്, സൈഡ് 4 4 ആണ് അല്ലേ. ഇനി നോക്കൂ, സൈഡ് 1 എത്രയാണ്? 4 ആണ്. സൈഡ് 2 എത്രയാണ്? 4 ആണ്. സൈഡ് 3 4 ആണ്. സൈഡ് 4ഉം 4 ആണ്. റെക്റ്റാങ്കിൾ 4ലോ സൈഡ് 1 3, സൈഡ് 2 3, സൈഡ് 4 3, സൈഡ് 5 3. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെൻറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവുകളുടെ പ്രത്യേകത എന്താണെന്നാണ് എഴുതുക. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താക്കണം? നിങ്ങൾ എഴുതണം. എന്താണ് പ്രത്യേകത? എന്താണ്? ഇൻ ദ ഫസ്റ്റ് 2 പിക്ചേഴ്സ് 2 sides ആർ ഈക്വൽ അല്ലേ. ആദ്യത്തെ 2 പിക്ചറിൽ എന്താണ്? 2 sides ഈക്വൽ ആണ്. ഇൻ ദ ലാസ്റ്റ് 2 പിക്ചർ ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ലാസ്റ്റത്തെ 2 പിക്ചർ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഒന്ന് 4 ആണ്, ബാക്കി എല്ലാ സൈഡും 4. ഒന്ന് 3 ആയപ്പോൾ ബാക്കി എല്ലാ സൈഡും 3 അല്ലേ. അപ്പം ലാസ്റ്റ് 2 പിക്ചറിൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ ദ സെയിം ലെങ്ത്. പിന്നെ അതുപോലെ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ലെങ്ത് ആണ്. ഇതിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ദെൻ എന്താണ്? സ്പെഷ്യൽ റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. വി ഹാവ് സീൻ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. ലുക്ക് അറ്റ് ദ തേർഡ് ആൻഡ് ഫോർത്ത് റെക്റ്റാങ്കിൾ അഗെയിൻ. ടേക്ക് ഈർക്കിൾ ബിറ്റ്സ് ടു മേക്ക് സച്ച് എ റെക്റ്റാങ്കിൾ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു ചതുരം അല്ലേ. പലതരം ചതുരങ്ങൾ കണ്ടല്ലോ. അതിൽ 3ാമത്തെയും 4ാമത്തെയും ചതുരങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് ടീച്ചർ പറയുന്നത്? ഇത്തരം ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കിൾ കഷ്ണങ്ങൾ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെടുത്ത് ഈർക്കിൾ കഷ്ണങ്ങൾ നീളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ചതുരങ്ങൾ നോക്കാൻ പറഞ്ഞില്ല. ഇത്തരം ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കിൾ കഷ്ണങ്ങൾ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെടുത്ത ഈർക്കിൾ കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ. അപ്പോൾ 3ാമത്തെയും 4ാമത്തെയും ചതുരങ്ങൾ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ് അല്ലേ. അപ്പോൾ ആ ഈർക്കിളിൻ്റെ കഷ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ വേണം അല്ലേ. ആ ഈർക്കിൾ കഷ്ണമൊക്കെ എന്താണ്? ഒരേ നീളം തന്നെ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ പസിൽ ക്വാർട്ടർ നോക്കി എത്ര മൂലകൾ? ചതുര കടലാസിന് ഒരു മൂല മുറിച്ച് കളഞ്ഞു. അപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട്? ചതുര കടലാസിന് ഒരു മൂല മുറിച്ച് കളഞ്ഞു നോക്കിയേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 5 മൂലകൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, നോക്ക് മക്കളെ, നമ്മൾ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തു അല്ലേ. കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതിന് എത്ര മൂലയായി നോക്കൂ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 അല്ലേ. അങ്ങനെ 5 മൂലകളാണ് കേട്ടോ. ഇവിടെ എന്താ എഴുതേണ്ടത്? റൈറ്റ് ഡൗൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് എ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ പെക്യുലാരിറ്റി പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അയച്ചിരിക്കുക. അപ്പോൾ ദർ ആർ 4 സൈഡ്, ദർ ആർ 4 കോർണർ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. പിന്നെന്താണ്? ലെഫ്റ്റ് ഹാൻഡ് എന്താണ്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. പിന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ആർ ഹോറിസോണ്ടൽ. അതാണ് റെക്റ്റാങ്കിളിൻ്റെ അല്ലേ. പക്ഷേ ഇവിടെ സ്ക്വയറിൻ്റെ അല്ലേ ചോദിച്ചത്. സ്ക്വയറിൻ്റെ എന്താണ്? ദർ ആർ 4 സൈഡ് ഉണ്ട്. ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ 4 സൈഡ്സും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. എല്ലാ 4 വശങ്ങളും എന്താണ്? 4 വശങ്ങളും തുല്യമാണ്. പിന്നെ ലൈൻസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ വെർട്ടിക്കൽ അല്ലേ. അതുപോലെ ഇടതുവശത്തുള്ളതും വലതുവശത്തുള്ള എന്താണ്? വരകൾ എന്താണ്? കുത്തനെ ഉള്ളതാണ് അല്ലേ. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് അല്ലേ. എന്താണ്? സ്ക്വയറിൻ്റെ എതിർവശങ്ങൾ ഉള്ള എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും എല്ലാം. അപ്പോൾ എന്താണ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ എല്ലാ 4 വശങ്ങളും എന്താണ്? സെയിം ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. അതിനെയാണ് സ്ക്വയർ എന്ന് പറയുക കേട്ടോ. ഇനി ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ. എല്ലാ സ്ക്വയേഴ്സും എന്താണ്? റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. പക്ഷേ ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയർ. പക്ഷേ എല്ലാ റെക്റ്റാങ്കിൾസും എന്താണ്? സ്ക്വയർ അല്ല. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം അല്ലേ. 4 വശങ്ങളും ഒരേ നീളമുള്ള ചതുരമാണെന്ത്? സമചതുരം. എല്ലാ സമചതുരവും എന്താണ്? ചതുരമാണ്. എന്നാൽ എല്ലാ ചതുരവും എന്താണ്? സമചതുരമല്ല. ഓക്കെ, അപ്പോൾ നോക്കിയ ഒരു എക്സാമ്പിൾ ടീച്ചർ കാണിച്ചു തരാം. നോക്കൂ,
ഇവിടെ നോക്കിയാൽ കുറച്ചില്ലേ, ഇതെന്താണ്, ഇത് നമ്മളെന്താണ് സ്ക്വയർ ആണ് അല്ലേ, ഇത് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയും അല്ലേ. പക്ഷെ ഇതെന്താണ്, ഇത് റെക്റ്റാങ്കിൾ ആണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഒക്കെ ആണ് അല്ലേ. പക്ഷെ ഇത് സ്ക്വയർ ആണോ? അല്ല. 4 വശം ഈക്വൽ ആണോ? അല്ല. അതുപോലെ ഈ ചിത്രം നോക്കിയേ, ഈ ചിത്രം എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആണ്. പക്ഷേ ഇത് സ്ക്വയർ ആണോ? അല്ല. കാരണം എന്താണ്, ഈ വശം ഈ വശം ഈ വശം ഈ വശം എന്താണ്, ഈക്വൽ അല്ല, സെയിം ലെങ്ത് അല്ല അല്ലേ, തുല്യമല്ല. അതുകൊണ്ട് എന്താണ്, എല്ലാ റെക്റ്റാങ്കിൾസും എന്താണ്, സ്ക്വയർ അല്ല. പക്ഷെ എല്ലാ സ്ക്വയേഴ്സും എന്താണ്, റെക്റ്റാങ്കിൾ ആണ്. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് നോക്കൂ, സ്ക്വയർ വിത്തിൻ റെക്റ്റാങ്കിൾ. ഇനി എന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള സ്ക്വയർ. ഡ്രോ എ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ടു ഡ്രോ എ സ്ക്വയർ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ലൈന് വരച്ചാൽ സ്ക്വയർ ആവും. എങ്ങനെയാ, എന്താണ്, ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരച്ചൂടെ? ഒരു വരയ്ക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സ്കെയിൽ എടുത്തിട്ട് ഈ അളവ് അളന്ന് നോക്കുക. എന്നിട്ട് ഈ അളവിൽ കറക്റ്റായിട്ട് ആ അളവ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടെ ആ അളവ് എടുക്കുക. എന്നിട്ട് എന്താക്കുക, ഇത് രണ്ടും ജോയിൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യുക. ഇതൊക്കെ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, കളർ കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, മേക്കിംഗ് എ ക്യൂബാണ് കേട്ടോ. എന്താണ്, draw squares as shown below in a thick sheet of paper and cut it with the teacher's help. Make a cube as shown. ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തിക്ക് ഷീറ്റ് പേപ്പറിനോട്, തിക്ക് ഷീറ്റ് പേപ്പറിൽ എന്താണ്, ഒരു സ്ക്വയർ വരച്ചിട്ട് അത് കട്ട് ചെയ്യുക. വിത്ത് ടീച്ചർ ഹെൽപ്പ്, ടീച്ചർ സഹായത്തോടു കൂടി. മേക്ക് എ ക്യൂബ് ആസ് ഷോൺ. എന്നിട്ട് എന്താക്കുക, എന്താണ്, ഒരു ക്യൂബ് ഇതുപോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്, സമചതുരക്കെട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കടലാസിൽ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇങ്ങനെ വെട്ടിയെടുക്കുക. ആദ്യം എന്താക്കുക, നിങ്ങൾ സമചതുരം ഇങ്ങനെ ആ ഒരു കടലാസിൽ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇതേപോലെ വരയ്ക്കുക കേട്ടോ. ഒരേ അളവിൽ, ഇവിടെ ഈ അളവ് ഇതൊക്കെ സെയിം അളവിൽ വരയ്ക്കണം. ഈ മോൾക്കും താഴത്തൊക്കെ സെയിം അളവിൽ വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക, കടലാസ് കത്രികനെ കൊണ്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കിട്ടിയാലോ ഒരു രൂപം. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്നും ജസ്റ്റ് മടക്കുക കേട്ടോ, ഈ ഭാഗമൊക്കെ. എന്നിട്ട് എന്താക്കുക, ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്, ക്യൂബ്, സമചതുരക്കെട്ട എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ജിയോ ബോർഡാണ്. നോക്കൂ, മേക്ക് എ റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് using rubber bands on the geoboard in the math lab. Find the length of the sides. What figures is got by looping a rubber band around a peg and 3 pegs nearest to it. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ മക്കളെ. ഈ മാത്സ് ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക കേട്ടോ. സ്ക്വയർ ഉണ്ടാക്കി, അതുപോലെ എന്താണ്, റെക്റ്റാങ്കിൾസും ഉണ്ടാക്കി അല്ലേ. അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഒരാണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ എന്ത് രൂപം കിട്ടും? ഒരാണിയും അതിനോടടുത്തുള്ള എന്താണ് 3 ആണിയും കൂടി ഇതും അല്ലേ. അപ്പോൾ ഏത് രൂപമാണ് കിട്ടുക? അപ്പോൾ എന്താണ്, വാട്ട് ഫിഗർ ഈസ് ഗോട്ട് ബൈ ലൂപ്പിംഗ് എ റബ്ബർ ബാൻഡ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 പെഗ്സ് നിയറസ്റ്റ് ടു ഇറ്റ്. ഈ ഇതിൻ്റെ അടുത്ത് തന്നെ ഇതാണ്, ഇതിൻ്റെ അടുത്ത് ഇതാണ് അല്ലേ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മാത്ത് ക്ലബ്ബാണ് കേട്ടോ. സീ ഹൗ ദേ ഹാവ് ഡെക്കറേറ്റഡ് ദ ക്ലാസ് റൂം ഫോർ ദ മാത്ത് ക്ലബ് ഇനാഗ്രേഷൻ. എന്താണ്, മാത്ത് ക്ലബ്ബ് ഇനാഗ്രേഷൻ അവരെ നോക്ക് ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട് അല്ലേ. വാട്ട് ഓൾ ഷേപ്സ് are there among them? The picture below shows some of these shape. Write the name of each under it. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചുവടെയുള്ള ചിത്രത്തിൽ. രൂപത്തിന് താഴെ അവയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രൂപങ്ങളുടെ പേരെന്തൊക്കെയാണ്? അവരുടെ പേര് ഇതാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, അപ്പം നമ്മൾ ഇതുവരെ കണ്ട ഷേപ്പാണിത്. മറ്റെന്താണ്, ഇതൊരു തൊപ്പിമായിരിക്കും കട്ടമായിരിക്കും ഉള്ളതാണ് അല്ലേ. ഇതുവരെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള കണ്ടത് അല്ലേ. അപ്പം ഇങ്ങനെ ഈ എങ്ങനെ കണ്ടിരുന്നു നമ്മൾ, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ. ഇങ്ങനെ വരയ്ക്കാനൊക്കെ പറ്റി. പക്ഷെ അതേ ഷേപ്പാണോ ഇത് മക്കളെ? ആ ഷേപ്പാണോ? അതായത്
അല്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. എന്താണ് ഫ്ലാറ്റായി നിൽക്കുന്ന ഷേപ്പിന് നമ്മൾ പറയുന്നത് എന്താണ് 2 ഡയമെൻഷണൽ എന്ന് പറയും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ എന്താണ് 3 ഡയമെൻഷണൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് കോൺ, ഇത് ക്യൂബ്, ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ഇത് സ്ഫിയർ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് കോണാണ്, ഇതെന്താണ് ക്യൂബാണ്, ഇത് ക്യൂബ് കേട്ടോ. ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് ഇത്. ഓക്കെ, ഇത് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്, ഇതെന്താണ് സ്ഫിയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കോണാണ്, ഇതെന്താണ് സമചതുരക്കട്ടയാണ്, ഇതെന്താണ് ചതുരക്കട്ടയാണ്, ഇതെന്താണ് ഇതാണ് എന്ത് ഗോളം എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നോക്കിയാൽ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, നമുക്ക് കണ്ടുപിടിക്കാന്നല്ലേ. ക്ലാസിഫൈ വേരിയസ് ഫെമിലിയർ ഒബ്ജക്റ്റ് സീൻ അറൗണ്ട് യു അക്കോർഡിംഗ് ടു ദർ ഷേപ്പ്, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഓൾസോ. എന്താ ഇവിടെ പറയുന്നത്? ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വസ്തുക്കളുടെ പേര് താഴെ എഴുതുക. ഇപ്പോൾ ചതുരക്കട്ടയിൽ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാണ്, ഗോളത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്, സമചതുരക്കട്ടയിൽ എന്തൊക്കെയാണ് കാണുന്നത്, വൃത്തസ്തൂപികയിൽ എന്താ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് വൃത്തസ്തൂപിക കേട്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്താക്കുക ഇവിടെ എഴുതണം. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഷേപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, സ്ഫിയർ ഷേപ്പിൽ എന്തൊക്കെയാണ് കാണുന്നുണ്ട്, ക്യൂബിൽ എന്തൊക്കെയാണ് കാണുന്നുണ്ട്, കോണിൽ എന്തൊക്കെയാണ് കാണുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ കാണുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ബുക്ക്, റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ എന്താണ് ബുക്സ് ഉണ്ട്, എറേസർ ഉണ്ട്, ബ്രിക്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ചുറ്റുവട്ടമുള്ള ഇഷ്ടിക, എന്താണ് പിന്നെ എന്താണ് ഇറേസർ അല്ലേ, മായ്ക്കുന്ന റബ്ബർ, പിന്നെ എന്താണ് ബുക്കുകൾ അല്ലേ. സ്ഫിയർ ഷേപ്പിൽ എന്തൊക്കെയാണ് ഗ്ലോബ് കാണുന്നുണ്ട്, ബോൾ കാണുന്നുണ്ട്, പിന്നെ എർത്ത് നമ്മുടെ ഭൂമി അല്ലേ. ഇനി ക്യൂബിൽ കാണുന്ന എന്തൊക്കെയാണ് ഡൈസ്, ഐസ് ക്യൂബ് അല്ലേ, ക്യൂബ് നമ്മൾ കളിക്കുന്ന ക്യൂബില്ല അതും. പിന്നെ കോണിൽ കാണുന്ന ഷേപ്പ് ഏതൊക്കെയാണ്, കോൺ ഐസ്ക്രീം ഉണ്ട്, ബർത്ത്ഡേ ഹാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി ടാൻഗ്രാം ആണ് കേട്ടോ. നോക്കൂ ടാൻഗ്രാം. ദ കവർ പേജസ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ഷോൺ വേരിയസ് ഫിഗേഴ്സ് ഫോംഡ് യൂസിങ് ദ ഷേപ്സ് ഷോൺ ബിലോ. മേക്ക് എ ന്യൂ ഫിഗേഴ്സ് യൂസിങ് ദീസ് പീസസ് ഓഫ് ദ ടാൻഗ്രാം. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ടാൻഗ്രാം എന്നുള്ളത്? ചുറ്റുപാട് എന്താണ് ടാൻഗ്രാം ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച് ചിത്രങ്ങളാണിത് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത്. അതാ ഈ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രങ്ങളാണിത് നമ്മളെ ബുക്കിൻ്റെ കവർ പേജിൻ്റെ ബാക്കിലുള്ളത് അല്ലേ. ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് എന്താണ് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ നമുക്ക് ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് നോക്കിയാൽ ടിക്ക് ദ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗേഴ്സ് ബിലോ, കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. എന്താണ് ഈ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗേഴ്സ് ബിലോ കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക, സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചതുരം ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഇതിന് കറുപ്പ് അടയാളത്തിന് നമുക്ക് എന്താക്കുക ടിക്കം കൊടുക്കുക അല്ലേ. ചതുരത്തിന് ടിക്ക് കൊടുക്കുക. പിന്നെന്താ സമചതുരത്തിന് എന്താണ് ചുവപ്പ് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുവപ്പ് നിറം ഏതാണ്? ചതുരം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താക്കുക ചുവപ്പ് നിറം മൊത്തമായിട്ട് അങ്ങ് കൊടുക്കുക കേട്ടോ. മൊത്തം കൊടുക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. Manu is making a greeting card. He pasted colored string along all 4 sides of a square of sides 8 centimeters. What is the total length of the string he used? എന്താണ്? മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. വർഷത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിന് 4 വശത്തും കമ്പിളി നൂൽ ഒട്ടിച്ചു. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചതെന്ന് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. വർഷത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ വീതം വരുന്ന സമചതുര കാർഡാണ് ഇതാക്കിയത് അല്ലേ. സമചതുര കാർഡാണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ നമുക്കൊരു സമചതുര കാർഡാണെങ്കിൽ ഇതാണ് സമചതുരം വരുന്നത് അല്ലേ. അപ്പോൾ സമചതുരത്തിന് എന്താണ് സ്ക്വയർ ഇല്ലേ. അതിന് ഒരു വർഷത്തിൻ്റെ നീളം എത്രയാണ്? 8 ആണ് അല്ലേ. ഒരു വർഷത്തിൻ്റെ നീളം 8 ആണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വർഷവും എന്താണ് 8 ഇതെട്ടാണ് ഇത് 8 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ മീറ്റർ വീതം വരുന്ന സമചതുരത്തിന് 4 വർഷത്തിൽ കമ്പിളി നൂൽ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ കമ്പിളി നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ച് നയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇത് 8 ആണല്ലോ. അപ്പോൾ 8 + 8 + 8 + 8 അല്ലേ. എത്രയാണ്? 32 അല്ലേ. 32 സെൻറ്റിമീറ്റർ. ഓക്കെ, സി എന്ന് എഴുതുക കേട്ടോ. 32 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ എന്താണ്? Draw a rectangle in the notebook using a rectangle card. Draw a square on both shorter and longer sides. Using a ruler, measure their sides and write them down.
എന്താണ് പറയുന്നത്, ചതുരക്കാർഡ് ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ ഒരു ചതുരം വരയ്ക്കുക. എന്താണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. വശങ്ങൾ അളന്നെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കുക, ആദ്യം ഒരു റെക്റ്റാങ്കിൾ കാർഡിൽ നിന്ന് എന്താണ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതാ കണ്ട റെക്റ്റാങ്കിൾ വരച്ചു കേട്ടോ. അത് 6 cm ആണ്, 6 cm ആണ്, ഇത് 3 cm ആണ്, ഇത് 3 cm ആണ്. ഇനി അതുപോലെ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ വശത്തുനിന്ന് ചെറിയ വശത്തുനിന്ന് ഒരു അതേ അളവുള്ളത് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് 3 ആകുമ്പോൾ ഇതും 3 ഇതും 3 താഴെയുള്ളതും 3 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് മറ്റേ വലിയ വശത്തിൻ്റെ ആ അളവ് എടുത്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞിട്ട് മോൾക്ക് വരയ്ക്കുക കേട്ടോ. ഇത് 6 cm ആണ്, ഇത് 6 cm ആണ്, ഇത് 6 cm ആണ്, മോളത്തതും 6 cm ആണ്. അപ്പം അത് വരയ്ക്കാൻ പറഞ്ഞ് എന്നിട്ട് എന്താണ് മെഷർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അളന്ന് എഴുതുക കേട്ടോ. ഓരോന്ന് അളന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സം ഫിഗേഴ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദം ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ. നോക്കിയാൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഈ 4 അളവുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതാണ് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ കഴിയാന്ന് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ് അല്ലേ. ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു രൂപത്തിൻ്റെ അളവുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് നമുക്ക് ചതുരം വരയ്ക്കാൻ പറ്റുക. നോക്കൂ, നമുക്കറിയാം എന്ത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലേ. അപ്പോൾ 2 വശങ്ങൾ തുല്യമായിരിക്കും ഇതിൽ ഏതെങ്കിലും അല്ലേ. അപ്പോൾ 2 വശങ്ങൾ തുല്യം ഉണ്ട് നോക്ക്. ഇത് 5, 8, 6 ഇത് പറ്റൂല അല്ലേ. ഇത് പറ്റൂല. ഇനി നെക്സ്റ്റോ 2 വശങ്ങൾ തുല്യം ഉണ്ടോ, ഇല്ല, ഇതും പറ്റൂല. ഇനി നോക്കിയേ, ഇത് നോക്ക്, ഇത് 2 വശങ്ങളുണ്ട്, മറ്റേ 2 വശം തുല്യമാണോ, അല്ല, ഇതും പറ്റൂല. അപ്പോൾ ഇതൊക്കെ 5, 5, 8 കേട്ടോ, ഇത് പറ്റൂല. അപ്പോൾ സി ആണ് നമ്മളെ ആൻസർ കേട്ടോ. ഇപ്പോൾ നമ്മളെ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താ, റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലേ. ഒരു ഇത് അളവ് 5 cm ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അളവ് എത്രയായിരിക്കും, 5 ആയിരിക്കും. ഇനി മറ്റേ അളവ് 8 ആണെങ്കിൽ അപ്പുറത്തുള്ള അതെന്തായിരിക്കും, 8 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് സി ആണ് നമ്മളെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ലെങ്ത് ബിലോ cannot be used to draw a square. ഈ ലെങ്ത്തിൽ ഈ അളവിൽ താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏതെന്ന് വെച്ചിരിക്കുന്നത്. വശത്തിൻ്റെ നീളം 8 വീതം. അപ്പോൾ വശത്തിൻ്റെ നീളം 8 വീതം എല്ലാ അളവുകളും എല്ലാ എന്താണ് വർഷങ്ങളും തുല്യമാണ് അല്ലേ. അപ്പോൾ ഇത് പറ്റും. ഇനി 5, 5, 5 ഇതും പറ്റും അല്ലേ. 4 വശവും 6 വീതം ഇതും പറ്റും. ഇത് പറ്റൂല, 2 വശവും 2 വശമാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മളെ ആൻസർ കേട്ടോ. ഇതാണ് നമുക്ക് വരയ്ക്കാൻ കഴിയാത്തതെന്നാണ് ചോദ്യം തന്നിരിക്കുന്നത് കേട്ടോ. വരയ്ക്കാൻ കഴിയാത്തത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് ഇത് വരച്ചാൽ എന്താണ്, നമുക്ക് ചതുരാണ് കിട്ടുക അല്ലേ, സമചതുരം കിട്ടൂല. അപ്പോൾ അത് പറ്റൂല കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് ആൻസർ, ഇത്. ഓക്കെ, ഇത് വരയ്ക്കാൻ കഴിയൂല. മറ്റൊക്കെ വരയ്ക്കാൻ കഴിയും, നമുക്ക് എന്താക്കുക, സ്ക്വയർ വരയ്ക്കാൻ കഴിയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഈ ചിത്രം കണ്ടില്ലേ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഷേപ്പ്. അടുത്ത ഷേപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് അടുത്ത ചിത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചിത്രം ഏതാണ് മക്കളെ, ഇത് ഇവിടെ മുകളിലാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ താഴെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പുറത്തെ ഇരിക്കില്ല, ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മുകളിലുള്ള ഇതിലേതാണ്, ഈ ഭാഗത്ത് മുകളിൽ ഇത് സി അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. സി ആണ് നമ്മളെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ, അപ്പോൾ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്, ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണല്ലോ ഇത്. അപ്പോൾ നന്നായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്ക് ഇപ്പോൾ അവിടെ പഠിച്ചിരിക്കുന്നത് എന്താണ്, റെക്റ്റാങ്കിൾ എന്താണെന്ന് പഠിച്ചു, പിന്നെന്താണ് സ്ക്വയർ എന്താണെന്ന് പഠിച്ചു കേട്ടോ. സ്ക്വയർ എന്താണെന്ന് പഠിച്ചു. രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, സോറി സെയിം കളർ തന്നെ ആയിപ്പോയി കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. ഇത് രണ്ടും ഈക്വൽ. അപ്പോൾ എന്താണ് അതുപോലെ എന്താണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. പിന്നെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് പോകും അല്ലേ, വെർട്ടിക്കലായിട്ട് പോകും. അതുപോലെ ടോപ്പും ബോട്ടും എന്താണ് ഹോറിസോണ്ടലായിട്ടും പോകും അല്ലേ. പിന്നെ 4 കോർണർ ഉണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. 4 സൈഡ്സ് ഉണ്ടാവും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നൊക്കെയാണ് എന്ത് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പഠിച്ചത്. ഇനി സ്ക്വയറിൻ്റെ എന്താണ്, സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. ഗോ സ്ട്രെയിറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ലേ. സൈഡ്സ് ആർ വെർട്ടിക്കലാണ്. ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹോറിസോണ്ടലാണ്. പിന്നെ 4 കോർണേഴ്സ് ഉണ്ട്.
പിന്നെ 4 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും എന്ത് നമ്മൾ സ്ക്വയർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ അതാണ് പഠിച്ചത്. പിന്നെ അതുപോലെ നമുക്ക് എന്താണ് ഇവിടെ ഒരു ചോദ്യം വന്നിരുന്നു അല്ലേ, ഇതിൻ്റെ ചുറ്റളവ്, അതായത് ഇതിൻ്റെ പെരിമീറ്റർ കാണുന്നത് എങ്ങനെ, അതായത് ഞാൻ ഒരു നൂലെടുത്തിട്ടുണ്ടെങ്കിൽ ആ നൂലിനോട് ഇങ്ങനെ വരച്ച് ഈ ഇതിങ്ങനെ ഇതാക്കുകയാണ്, ഈ നൂലിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ എന്താ നമ്മൾ എന്താ ഈ വശങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ മതി കേട്ടോ. അതാണ് എന്ത് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചാപ്റ്ററിലുള്ളത് പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കിയിട്ട് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾ വാങ്ങാം കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.